ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നിൽക്കുന്ന ആരെക്കാളും ചാരിതാർത്ഥ്യത്തോടു കൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യകാലത്ത് കൺവെൻഷൻ പ്രസംഗകനായിരുന്നു. അന്ന് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. പിന്നീട് ഞാൻ ചർച്ച് പ്ലാന്റിങ്ങിലേക്ക് തിരിഞ്ഞ് മലബാറിലും ഇടുക്കിയിലും കുറേ സഭകൾ സ്ഥാപിക്കാൻ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ അയൽ സഭക്കാരുടെ ഉപദ്രവം, നാട്ടുകാരുടെ ഉപദ്രവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ നമ്മുടെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഞാന് ആരോ പറഞ്ഞറിഞ്ഞു, ആന്ധ്രയില് ഫലകരമായി പ്രവർത്തിക്കുന്ന സഭാസ്ഥാപനം നടത്തുന്ന ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ ചിലരോട് ചോദിച്ചു, ഈ ഫെർണാണ്ടസ് എങ്ങനെയുണ്ട്, എന്താ പ്രവർത്തനം? അപ്പൊ എന്നോട് ചിലർ പറഞ്ഞു, അയ്യോ പോകരുത്, പ്രശ്നമാണ്, പുള്ളി ശരിയല്ല. എന്നാൽ തൃശ്ശൂരുള്ള MA ജോയിച്ചായൻ, ചാൾസ് ജോണ്, കൊല്ലം PV തമ്പി, KA ഫിലിപ്പ് സാർ, അവരൊക്കെ എന്നോട് പറഞ്ഞു മിനിമം പോണം, നല്ല സഹോദരനാണ്. അയാളോട് ആളുകൾക്കൊരു താല്പര്യമില്ലാത്ത കളർ മോശമായതുകൊണ്ടാണ്, കളർ ഇല്ലാത്തതുകൊണ്ടാണ്. വെളുത്തതായിരുന്നെങ്കിൽ ഭയങ്കര സ്വീകരണം ഉണ്ടാകുമായിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പോയി 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം അപ്പോൾ എല്ലായിടത്തും പോകാൻ പറ്റിയില്ല, രണ്ടാമത് പോയി. ഞാനവിടെ ചെല്ലുമ്പോൾ 53 സഭകളുണ്ട്. ഞാൻ ഇടുക്കിയിൽ എങ്ങനെ മലയിൽ പ്രവർത്തിക്കുന്നു അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കട്ടിയായിട്ട്. ഈ അദ്ദേഹം പോകുന്ന ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. സൈക്കിൾ പോലും അവിടെ ചെല്ലത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വഴിയില്ലാത്ത സ്ഥലത്തൂടെ പോയാൽ എങ്ങനെയാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞത്, വഴിയില്ലാത്തത് വളരെ നല്ലതാണ്. വഴി ഉണ്ടായിപ്പോയാൽ മറ്റവന്മാർ ഇതിലേ വരും. സുവിശേഷ വിരോധികൾ, വർഗീയവാദികൾ അറിയാമല്ലോ, അവര് വരും. ഈ വഴിയില്ലാത്തതുകൊണ്ടാണ് അവര് വരാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ വർക്ക് വിജയിക്കുന്നത്. എന്തൊരു ബുദ്ധിയാണ്. ഞാൻ ആ സ്ഥലങ്ങളിലെ സഭകളിലെ മിക്ക സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം, അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ശീതകാലത്തിനു മുമ്പേ വരിക. പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ ശീതകാലത്തിനു മുമ്പേ വരണമെന്ന്. അപ്പോൾ ആന്ധ്രയിലേക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലണം എന്നാണ് പുസ്തകത്തിൽ എഴുതിയത്. അതിന്റെ ഫലമായിട്ട് കേരളത്തിലുള്ള പല സ്ഥലത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ചെല്ലാൻ ഇടയായി. അദ്ദേഹം അതെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ കോട്ടയം ഭാഗത്തുള്ള സഭകളിലൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. പുതുപ്പള്ളി, കോട്ടയം, ലാക്കാട്ടൂര്, പാമ്പാടി, ഇങ്ങനെയുള്ള സഭകളിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ച് ഞാനാണ്. അത് വലിയ ഗുണമായി. ഇപ്പൊ ഈ ഫ്യൂണറൽ സർവീസിന്റെ കാര്യങ്ങളിലൊക്കെ നല്ലൊരു പങ്ക് വഹിക്കുന്ന പുതുപ്പള്ളി സഭയാണ്. തീർച്ചയായിട്ടും അവരെ നമ്മൾ അനുമോദിക്കണം. തീർച്ചയായിട്ടും ഇത്രയും നാളും കർത്താവിന്റെ വേല ഫലകരമായി ചെയ്ത ദേവദാസൻ ആരുമില്ലാത്തവനല്ല. ദൈവമക്കളുടെ ഭയങ്കര സ്നേഹവും ഉണ്ട്. ഒന്നും പേടിക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും ദൈവമക്കളെല്ലാം ഉണ്ടായിരിക്കും. നീ എനിക്കാരും ഇല്ലല്ലോ എന്നൊന്നും വിചാരിച്ച് കളയരുത്. നമ്മൾ പോണം, ആന്ധ്രയ്ക്ക് പോണം, സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ല ബാത്റൂം പോലും അവിടെ ഇല്ല പ്രിയപ്പെട്ടവരെ. എന്റെ വീട്ടിൽ എനിക്ക് 10 ബാത്റൂമുണ്ട്. എന്റെ വീട്ടില് 10 ബാത്റൂമുണ്ട്. 50 ലക്ഷം രൂപയുടെ കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു പഴയ ജീപ്പ്, ഒരു ബാത്റൂം സൗകര്യമില്ല. ഇപ്പൊ ആ ജീപ്പും ഇല്ല. ഒറ്റ കാര്യം, കറുത്തതായിപ്പോയി.
സൈമൺ സാർ പ്രവർത്തിച്ചതിനേക്കാൾ അധികം ഈ ദേവദാസൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എളിയവരെ ആദരിക്കുക. ഏതായാലും ഈ സമയത്തെങ്കിലും നിങ്ങൾ വന്നതിൽ എല്ലാവരോടും വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. ഇത് തുടരണം, പോകണം, സപ്പോർട്ട് ചെയ്യണം, അല്ലേ? കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഞാൻ എഴുതിയ പുസ്തകം താല്പര്യമുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അങ്ങനെ കൊണ്ടുവന്ന് അത് വിതരണം ചെയ്യാറില്ല. ആവശ്യമുള്ളവർ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. ദൈവനാമം എടുത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.